ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് മമ്മൂട്ടിയുടെ ഡ്രോയിങ് ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ 2 മൂവിയിലെ ക്യാരക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് വരയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേറ്റവും വോട്ട് കിട്ടിയ ഒരു മൂവിയിലെ ക്യാരക്ടറാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത്. അപ്പം ഈ ഒരു ഫോട്ടോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഗ്രിഡ് ലൈൻസ് ഇട്ടെടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ A4 പേപ്പർ 210 GS ഐവറി പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആർട്ട് ലൈൻ്റെ HB പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ, അതായത് നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സംശയമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പീഡിലാണ് കാണിക്കുന്നത്, കാരണം നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞ പോലെ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിതിൽ ഫേസ് വരുന്ന ആ ഒരു അത്രയും കോളംസ് മാത്രം നമ്മൾ ക്രോസ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിജയുടെ ഡ്രോ ചെയ്ത സമയത്തും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫേസിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ അത്ര കോളംസ് മാത്രം നമ്മൾ ക്രോസ് ആയിട്ട് വരയ്ക്കുന്നുള്ളൂ. ബാക്കി ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. ബാക്കി നോർമലായിട്ട് തന്നെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടും തെറ്റിപ്പോകാണ്ടും പെട്ടെന്ന് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഫേസ് വരുന്ന അത്രയും കോളംസ് മാത്രം എണ്ണിയെടുത്തിട്ട് അവിടെ മാത്രം ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ വരച്ച് പോയാൽ മതി. അപ്പോൾ ഞാൻ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഇത്ര ഭാഗം, നമുക്ക് ഇത്ര ഭാഗം കിട്ടിയാൽ മതി. ഈ ഇത്ര ഭാഗത്ത് ജസ്റ്റ് ക്രോസ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക ഇതുപോലെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ണ്, മൂക്ക് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഗ്രിഡ് ലൈൻസ് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഫുള്ളായിട്ടുണ്ട് ആവശ്യമില്ല. ബാക്കിയൊക്കെ നമുക്ക് സാധാരണ പോലെ ഗ്രിഡ് ലൈൻസ് ഇട്ട് വരച്ചാലും നമുക്ക് വരയ്ക്കാവുന്നേ. നമുക്ക് ഫേസാണ് നല്ല രീതിയിൽ കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ രീതിയിൽ നിങ്ങൾ ഗ്രിഡ് ലൈൻസ് ഇട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളിത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കണ്ണിൻ്റെ ആ ഒരു ഭാഗം വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ പിരികം, ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഒരുപാട് തെളിച്ചിട്ട് നിങ്ങൾ വരയ്ക്കല്. ഈ ഒരു മെത്തഡാണെങ്കിൽ പോലും നമുക്ക് ലൈറ്റായിട്ട് വരച്ചെടുത്താൽ മതി. പിന്നീട് തെറ്റിപ്പോയാലും നമുക്ക് മായ്ക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി ഇതുപോലെ നമുക്ക് കമൻറ്റ് ടാബിൽ ഇട്ടേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നത് നമുക്ക് ഡ്രോ ചെയ്യാം. അതായത് നമ്മൾ ബാക്കിയും വിട്ടുകളയുന്നില്ല. പിന്നെ നമ്മൾ സമയം അനുസരിച്ച് ബാക്കിയുള്ള ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഓർഡർ അനുസരിച്ച് ഇട്ടേക്കാം. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം ഓരോരോ ഒരു കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ആദ്യം കമൻറ്റ് ചെയ്തും അവസാനം കമൻറ്റ് ചെയ്ത ആൾക്കാർ കമൻറ്റ് ചെയ്തൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ നെയിം ഞാൻ നോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടേക്കാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ കയറി നോക്കാവുന്നതാണ്. നമ്മൾ കുറേ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഫേസ് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഡ്രോയിങ് മെറ്റീരിയൽസിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ട്യൂട്ടോറിയലായിട്ട് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നല്ല ക്ലാസ് പോലെ എടുത്താണ് ഞാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോന്ന് കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വരച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻറ്റായിട്ടൊക്കെ ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോയിങ് പഠിക്കാൻ ഈ ഒരു ചാനൽ വഴി പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ. പിന്നെ നമ്മൾ ഓരോന്നും പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ണ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മൂക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം വരച്ച് പഠിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുക. നിങ്ങൾക്ക് ഏതാ ബുദ്ധിമുട്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഇപ്പം കണ്ണ് വരയ്ക്കുന്ന ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ
ആ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ മൂക്ക് വരയ്ക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ട് നോക്കുക. അപ്പം ഏതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഫേസ് ഫുള്ളായിട്ട് വരച്ചാൽ മതി. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഔട്ട്ലൈൻ്റെ പാർട്ടാണ്. അപ്പം നിങ്ങൾ ഔട്ട്ലൈൻ കാണുന്ന അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്കിയുള്ള പാർട്ടൂടെ കണ്ടിട്ട് ഡ്രോ ചെയ്യുക. മിക്കവരും ഔട്ട്ലൈൻ കണ്ടിട്ട് പോകുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഔട്ട്ലൈൻ അല്ല, നമ്മൾ ഏത് ഡ്രോയിങ് ആണെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡ്രോയിങ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഫുള്ളായിട്ട്. അതുകൊണ്ട് ഔട്ട്ലൈൻ കാണുന്ന അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാക്കിയുള്ള പാർട്സൂടെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ ഒരു പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ വലിയ താമസിക്കാതെ നമുക്കിൻ്റെ പാർട്ട് 2 ചെയ്യാം. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റായിട്ടോ മെസ്സേജ് ആയിട്ടോ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.